ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു അൽഫാം ഉണ്ടാക്കിയാൽ എന്നും കടയിൽ നിന്ന് അൽഫാം മേടിക്കൽ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത്. ഉണക്കമുളക്, മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, പിന്നെ ബേ ലീവ്സ്, പിന്നെ കറുകപ്പട്ട, കരിയമ്പൂ, ഇത്ര സാധനങ്ങൾ നന്നായി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുക. പിന്നെ കുറച്ച് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിന ഇതും കൂടി എടുത്തിട്ട് അതും കൂടി അരച്ചെടുത്തോട്ടാ. അതും കൂടി നന്നായി അടച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ വലിയൊരു ബൗളിലേക്ക് മാറ്റുക. നമുക്ക് ചിക്കൻ വലിയ വലിയ പീസാണല്ലോ, അപ്പോൾ അത് കായം പുരട്ടുന്ന പാകത്തിലേക്കുള്ള ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ പൊടിയും അരച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ പോരെങ്കിൽ കുറച്ചും കൂടി ഗരം മസാലയും, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ കുറച്ച് തൈരും, കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മളെ ചിക്കനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെച്ച്, എന്നാലാണ് ആ മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ല ഫ്ലേവർ ആവുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനിതിനെ നമ്മുടെ എയർ ഫെയറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മീതെ കുറച്ച് ചില്ലി ഫ്ലെക്സും സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതും ചിക്കൻ മറിച്ചിട്ടിട്ട് വീണ്ടും ഞാൻ 20 ടു 200 തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മൊത്തം ടോട്ടൽ 40 മിനിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള അൽഫാം റെഡി ആയി കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കോ, കടയിൽ പോയിട്ട് വെറുതെ മേടിച്ച് പൈസ കളയണ്ട. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.